ആൻഡ് ദെൻ ഗാന്ധി കെയിം. പിന്നീട് ഗാന്ധിജി വന്നു. ആൻഡ് ദെൻ ഗാന്ധി കെയിം ഈസ് എ പാർട്ട് ഫ്രം ജവഹർലാൽ നെഹ്റൂസ് ബുക്ക് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. ജവഹർലാൽ നെഹ്റുവിൻ്റെ ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ നിന്നുള്ള ഏതാനും ചില ഭാഗങ്ങളാണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ നാം പഠിക്കുന്നത്. നെഹ്റു റൈറ്റ്സ് അബൌട്ട് ദ ടൈംലി അറൈവൽ ഓഫ് ഗാന്ധി ടു ഇന്ത്യൻ പൊളിറ്റിക്സ്. ഗാന്ധിജിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള യഥാസമയത്തുള്ള കടന്നുവരവിനെക്കുറിച്ചാണ് ജവഹർലാൽ നെഹ്റു ഈ ഒരു പുസ്തകത്തിലൂടെ എഴുതുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ജവഹർലാൽ നെഹ്റു നമ്മോട് പറയുന്നത്? നെഹ്റു ടെൽസ് അബൌട്ട് ദ അൺസർട്ടൻ കണ്ടീഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ. ഈ ഒരു എസ്സേയുടെ തുടക്കത്തിലൂടെ ജവഹർലാൽ നെഹ്റു പറയുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്തുള്ള ഒരു അരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ചാണ്, വളരെ പരിതാപകരമായിട്ടുള്ള ഇന്ത്യക്കാരുടെ അവസ്ഥയെക്കുറിച്ചാണ്. ദെൻ ഹി ടെൽസ് അബൌട്ട് ഗാന്ധീസ് ടൈംലി അറൈവൽ ടു ഇന്ത്യൻ പൊളിറ്റിക്സ്. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള മഹാത്മാഗാന്ധിജിയുടെ യഥാസമയത്തുള്ള വരവിനെക്കുറിച്ചാണ്. Then he tells about Gandhi's teachings and methods for acquiring freedom. പിന്നീട് അദ്ദേഹം പറയുന്നത് ഗാന്ധിസ് ടീച്ചിങ്സ് ആൻഡ് മെത്തേഡ്സ്, ഗാന്ധിജിയുടെ പഠന രീതികളെക്കുറിച്ചാണ്, നമ്മെ പഠിപ്പിക്കുന്ന രീതികളെക്കുറിച്ചാണ്. ഫോർ അക്വയറിങ് ഫ്രീഡം, സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടി, അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജി ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ പഠിപ്പിച്ച രീതികളെക്കുറിച്ചാണ് പിന്നീട് അദ്ദേഹം നമ്മോട് പറയുന്നത്. Then he also tells about Gandhi's dream on India. ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തായിട്ട് ജവഹർലാൽ നെഹ്റു പറയുന്നത് ഗാന്ധിജിയുടെ ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നത്തെക്കുറിച്ചാണ്. അതായത് ഇന്ത്യയെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ സ്വപ്നത്തെക്കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തിലായിട്ട് ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദീസ് ആർ ദ കണ്ടൻറ് ഓഫ് ദിസ് ചാപ്റ്റർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ കണ്ടൻ്റായിട്ട് വരുന്നത്. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്തുള്ള ഇന്ത്യയുടെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയും പിന്നീട് ഗാന്ധിജിയുടെ യഥാസമയത്തുള്ള ഇന്ത്യയിലേക്കുള്ള വരവിനെക്കുറിച്ചും, ദെൻ പിന്നീട് ഗാന്ധിജിയുടെ ടീച്ചിങ്സിനെ കുറിച്ചും, അതായത് സ്വതന്ത്രത്തെക്കുറിച്ച് എങ്ങനെയാണ് ഗാന്ധിജി ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളിൽ ഒരു അവബോധം ഉണ്ടാക്കിയത് എന്നതിനെക്കുറിച്ചും, അവസാനമായിട്ട് ഇന്ത്യയെക്കുറിച്ചുള്ള ഗാന്ധിയുടെ സ്വപ്നങ്ങളുമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ ജവഹർലാൽ നെഹ്റു പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്ത്യൻസ് വെയർ ഫേസിങ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ധാരാളം പ്രശ്നങ്ങൾ അനുഭവിക്കുകയായിരുന്നു. The problems were poverty, unemployment, starvation, etc. എന്തൊക്കെയായിരുന്നു ഇന്ത്യക്കാർ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ? പോവർട്ടി, ദാരിദ്ര്യം; അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ; സ്റ്റാർവേഷൻ, പട്ടിണി. ആൻഡ് ഇന്ത്യൻസ് വെയർ ഹോപ്പ്ലെസ് ആൻഡ് ഹെൽപ്ലെസ്. ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഹോപ്പ്ലെസ്, പ്രതീക്ഷയില്ലാത്തവരായിരുന്നു; ഹെൽപ്ലെസ്, നിസ്സഹായരായിരുന്നു. ദിസ് വാസ് ദ അൺസർട്ടൻ കണ്ടീഷൻ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ. ഇതായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന സമയത്തുള്ള ഇന്ത്യയുടെ ഒരു അരക്ഷിതമായിട്ടുള്ള ഒരു അവസ്ഥ. ആൻഡ് ദെൻ ഗാന്ധി കെയിം. ആ ഒരു സമയത്താണ് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. ഹി എമേർജ്ഡ് ഫ്രം ദ മില്യൺസ് ഓഫ് പീപ്പിൾ. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് ലക്ഷക്കണക്കിനായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ വെച്ചായിരുന്നു. അതായത് ഗാന്ധി വാസ് എൻ ഓർഡിനറി മാൻ. അദ്ദേഹം ഒരു സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ദെൻ നെഹ്റു സേസ് ഗാന്ധിസ് അറൈവൽ ടു ഇന്ത്യൻ പൊളിറ്റിക്സ് വാസ് ലൈക്ക് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് റിമൂവ് ദ ഡാർക്ക്നെസ്. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള യഥാസമയത്തുള്ള കടന്നുവരവിനെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പറയുന്നത് അതൊരു ബീം ഓഫ് ലൈറ്റ് ദാറ്റ് റിമൂവ് ദ ഡാർക്ക്നെസ്, ഇരുട്ടിനെ ഇല്ലാതാക്കിയ ഒരു പ്രകാശകിരണം പോലെയായിരുന്നു ഗാന്ധിജിയുടെ കടന്നുവരവ് എന്നാണ്. ഗാന്ധി വാണ്ടഡ് ടു അവോയ്ഡ് പോവർട്ടി ആൻഡ് മിസറി ഫ്രം ദ ലൈഫ്സ് ഓഫ് മില്യൺസ് ഓഫ് ഇന്ത്യൻസ്. ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരെ ദാരിദ്ര്യത്തിൽ നിന്നും അതുപോലെ തന്നെ മിസറി, ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കാനായിരുന്നു ഗാന്ധിജി ശ്രമിച്ചത്. The main problem of Indians under British rule was fear of everything. ഗാന്ധിജി പറയുന്നത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് പേടിയായിരുന്നു. ഫിയർ ഓഫ് എവറിത്തിങ്, എല്ലാത്തിനെയും ഇന്ത്യക്കാർക്ക് പേടിയായിരുന്നു. ഫിയർ ഓഫ് ദ ആർമി, ഫിയർ ഓഫ് ദ പോലീസ്, ഫിയർ ഓഫ് ദ ലോ, ലാൻഡ് ലോഡ്, എറ്റ്സെട്ര. അതായത് ആർമിയെ പേടിയായിരുന്നു, പട്ടാളത്തെ പേടിയായിരുന്നു, പോലീസിനെ പേടിയായിരുന്നു, നിയമങ്ങളെ പേടിയായിരുന്നു, ലാൻഡ് ലോഡ്, ജന്മികളെയും പേടിയായിരുന്നു. അതായത് ഇന്ത്യക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം പേടിയായിരുന്നു, ഫിയർ ആയിരുന്നു. ദെൻ ദ എസെൻസ് ഓഫ് ഗാന്ധിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. എന്നാൽ ഗാന്ധിജി നമുക്ക് പറഞ്ഞു തന്നത് എന്തിനെക്കുറിച്ചായിരുന്നു? ഫിയർലെസ്നെസ്, പേടിയില്ലായ്മയെക്കുറിച്ചും, ആൻഡ് ട്രൂത്ത്, സത്യത്തെക്കുറിച്ചുമായിരുന്നു ഗാന്ധിജി നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഗാന്ധിജിയുടെ പ്രസംഗങ്ങളുടെ കാതലായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഫിയർലെസ്നെസ്, പേടിയില്ലായ്മ, അതുപോലെ തന്നെ ട്രൂത്ത്, സത്യവുമായിരുന്നു. ഹിസ് ടീച്ചിങ്സ് വെയർ സൈക്കോളജിക്കൽ. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെല്ലാം മനഃശാസ്ത്രപരമായിരുന്നു.
ആൻഡ് ഹിസ് ടീച്ചിങ്സ് ചേഞ്ച് ഇൻ ദ മൈൻഡ് ഓഫ് ദ പീപ്പിൾ. അങ്ങനെ ഗാന്ധിയുടെ ഉപദേശങ്ങൾ ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളുടെ മനസ്സ് മാറ്റുകയാണ്. ആൻഡ് ഹിസ് സ്പീച്ചസ് റിമൂവ് ദ ഫിയർ ഓഫ് ദ പീപ്പിൾ. അങ്ങനെ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങളുടെ പേടിയെ ഇല്ലാതാക്കുകയാണ്. ഗാന്ധി റേസ്ഡ് എ സ്ട്രോങ് വോയിസ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ശബ്ദമുയർത്തി. അതായത് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ സംസാരിച്ചു. ദെൻ ഹി ഇൻഫ്ലുവൻസ്ഡ് മില്യൺസ് ഓഫ് പീപ്പിൾ. അദ്ദേഹം ലക്ഷക്കണക്കിനായിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ സ്വാധീനിക്കുകയും ചെയ്തു. ഹിസ് സ്പീച്ചസ് വെയർ ഇൻ ദ ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഭാഷയിലായിരുന്നു. ആൻഡ് ഹി വാസ് എ സിംബൽ ഓഫ് ട്രൂത്ത്. അദ്ദേഹം സത്യത്തിൻ്റെ ഒരു പ്രതീകമായിരുന്നു. ഹിസ് വേർഡ്സ് വെയർ ഹിസ് ആക്ഷൻസ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും. ഹിസ് കോൾ ഓഫ് ആക്ഷൻ വാസ് ടു ഫോൾഡ്. അദ്ദേഹം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളോട് ആഹ്വാനം ചെയ്തത് 2 കാര്യങ്ങൾ ചെയ്യാനായിരുന്നു. അതായത് 2 കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനായിരുന്നു ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളോട് ഗാന്ധി ആഹ്വാനം ചെയ്തത്. ഫസ്റ്റ് വാസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ആദ്യം തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനായിരുന്നു. അതെന്തിനു വേണ്ടിയായിരുന്നു? ഫോർ ദി ഫ്രീഡം ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം ആ ഒരു കാര്യം പറഞ്ഞത്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനാണ് അദ്ദേഹം ആദ്യം തന്നെ ആഹ്വാനം ചെയ്തത്. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു. ദെൻ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളോട് പ്രവർത്തിക്കാനായിട്ട് പറഞ്ഞത് അദ്ദേഹം രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് വാസ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് അവർ സോഷ്യൽ ഈവിൾസ്. രണ്ടാമതായിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ സാമൂഹികമായിട്ടുള്ള ദുരാചാരങ്ങൾക്കെതിരെ പോരാടാനായിരുന്നു. ഇറ്റ് വാസ് ടു ദ നാഷണൽ യൂണിറ്റി. അതെന്തിനു വേണ്ടിയായിരുന്നു? രാജ്യത്തിൻ്റെ ഒരുമയ്ക്ക് വേണ്ടിയായിരുന്നു, ഐക്യത്തിനു വേണ്ടിയായിരുന്നു. ഇവിടെ സോഷ്യൽ ഈവിൾസ് അതായത് സാമൂഹിക ദുരാചാരങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോഷ്യൽ ഈവിൾസ് ഇൻക്ലൂഡ് മൈനോറിറ്റി പ്രോബ്ലംസ്, ക്ലാസ് പ്രോബ്ലംസ് ആൻഡ് അൺടച്ചബിലിറ്റി. മൈനോറിറ്റി പ്രോബ്ലംസ് ന്യൂനപക്ഷ പ്രശ്നങ്ങൾ, ദെൻ ക്ലാസ് പ്രോബ്ലംസ് ജാതി പ്രശ്നങ്ങൾ, ദെൻ അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ തുടങ്ങിയ സാമൂഹിക ദുരാചാരങ്ങളാണ് ഇവിടെ സോഷ്യൽ ഈവിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗാന്ധിസ് പ്രസൻസ് മെയ്ഡ് എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ ഇന്ത്യൻ പീപ്പിൾ. ഗാന്ധിജിയുടെ ആ ഒരു സാമീപ്യം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളിൽ വലിയ മാറ്റമുണ്ടാക്കി. ആൻഡ് ഗാന്ധി വാസ് മൗൾഡിങ് എ ന്യൂ ഇന്ത്യ ബേസ്ഡ് ഓൺ ഹിസ് വിഷസ്. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ഇന്ത്യയെ പടുത്തുയർത്താൻ ശ്രമിക്കുകയായിരുന്നു. അതായത് ഹി ഹാഡ് എ ഗുഡ് ഡ്രീം ഓൺ ഇന്ത്യ. ഇന്ത്യയെക്കുറിച്ച് നല്ല ഒരു സ്വപ്നം ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. ഇൻ ഹിസ് ഡ്രീം ഇന്ത്യ ഓൾ പീപ്പിൾ ആർ സെയിം. ഗാന്ധിയുടെ സ്വപ്നത്തിലെ ഇന്ത്യയിൽ എല്ലാ ആളുകളും തുല്യരാണ്. അതായത് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. പാവപ്പെട്ടവരെന്നോ പണക്കാരോ എന്നൊരു വ്യത്യാസമില്ലാത്ത ഒരു ഇന്ത്യയായിരുന്നു. ദെൻ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൈ ക്ലാസ് ആൻഡ് ലോ ക്ലാസ്. ഉയർന്ന ജാതിയെന്നോ താഴ്ന്ന ജാതിയെന്നോ ഡിഫറൻസ് ഇല്ലാത്ത വ്യത്യാസമില്ലാത്ത ഒരു ഇന്ത്യയായിരുന്നു ഗാന്ധിയുടെ ഇന്ത്യ. ആൻഡ് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമിൻ. മെൻ ആൻഡ് വിമിൻ ഹാവ് ദ സെയിം റൈറ്റ്സ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യ അവകാശങ്ങളുള്ള ഇന്ത്യയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്ന ഇന്ത്യ. ആൻഡ് ഹി വാസ് എഗെയിൻസ്റ്റ് ദ ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിരുന്നു ഗാന്ധിജി. ഇൻ ഹിസ് ഡ്രീം ഇന്ത്യ ദർ ആർ നോ ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. മദ്യമോ മയക്കുമരുന്നോ ഇല്ലാത്ത ഒരു സ്വപ്ന ഇന്ത്യയായിരുന്നു ഗാന്ധിയുടെ ഇന്ത്യ. ആൻഡ് ദർ ഈസ് നോ അൺടച്ചബിലിറ്റി ഇൻ ഹിസ് ഡ്രീം ഇന്ത്യ. അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിലെ ഇന്ത്യയിൽ അൺടച്ചബിലിറ്റി അതായത് തൊട്ടുകൂടായ്മയില്ലായിരുന്നു. ദിസ് വാസ് ദ ഇന്ത്യ ഇൻ ഹിസ് ഡ്രീം. ഇങ്ങനെയുള്ള ഒരു ഇന്ത്യയായിരുന്നു ഗാന്ധിയുടെ സ്വപ്നത്തിലെ ഇന്ത്യ. ഹി ഇൻക്ലൂഡഡ് ഓൾ റിലീജിയൻ വിതിൻ ദ ഫോൾഡ് ഓഫ് ട്രൂത്ത്. എല്ലാ മതങ്ങളെയും അദ്ദേഹം സത്യത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി. ആൻഡ് ഹി സേയ്സ് ഇന്ത്യൻ കൾച്ചർ ഈസ് ദ മിക്സ്ചർ ഓഫ് ഓൾ റിലീജിയൻ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ സംസ്കാരം എന്നത് എല്ലാ മതങ്ങളും ഉൾക്കൊണ്ടതാണ്. ഇനി ഗാന്ധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് എ മാൻ ഓഫ് സെൽഫ് കോൺഫിഡൻസ്. ഹി വാസ് ട്രൂ ടു ഹിസ് വേർഡ്സ്. ഹിസ് ലൈഫ് ഈസ് ഹിസ് മെസ്സേജ്. ആൻഡ് ഹി സ്പോക്ക് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. ഹി ഹെൽപ്ഡ് ഇന്ത്യ ടു ഗെറ്റ് ഫ്രീഡം. ഹി ഫോട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. ഹി റോട്ട് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ എഴുതി. ദെൻ ഹി ആക്ടഡ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചു. ആൻഡ് പീപ്പിൾ ലവ്ഡ് ഹിം. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ദെൻ വാട്ട് ഈസ് ദ തീം ഓഫ് ദിസ് ചാപ്റ്റർ? ഈ ഒരു ചാപ്റ്ററിൻ്റെ തീം എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേർഡ്സ് ആൻഡ് ഡീഡ്സ്. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും തമ്മിലുള്ള ബന്ധമാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ തീമായിട്ട് ആശയമായിട്ട് വരുന്നത്.